ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജോമെട്രിക്കൽ ഷേപ്സ് അല്ലെങ്കിൽ ജ്യാമിതീയ രൂപങ്ങൾ എന്ന പോർഷനിൽ നിന്നും മുൻകാല PSCയിൽ ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരേ ആരമുള്ള സിലിണ്ടറുകളുടെ വ്യാപ്തം 16:25 എന്ന അനുപാതത്തിലാണ്. സിലിണ്ടറുകളുടെ വളഞ്ഞ പ്രതലത്തിന്റെ വിസ്തീർണത്തിന്റെ അനുപാതം എന്താണ്? അപ്പോൾ നമുക്കറിയാം, ആദ്യം എങ്ങനെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ മൊത്തം അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ടറിന്റെ വ്യാപ്തം നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്ന് നോക്കാം. ആദ്യം ഒരു സിലിണ്ടർ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു സിലിണ്ടർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ വെള്ളം നിറയ്ക്കാൻ, ഇതിൽ വെള്ളം നിറയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് നിറയ്ക്കാം, നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ വെള്ളം ഇട്ടിട്ടാണ് ഈ ഒരു ഗ്ലാസ് നമ്മൾ നിറയ്ക്കുക. അപ്പോൾ ഈ h ഹൈറ്റിലേക്ക് നമ്മൾ πr² ഏരിയയിലുള്ള ഈ ഒരു പോർഷനിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നിറയ്ക്കുകയാണ് ചെയ്യുക. എത്ര ഹൈറ്റിലേക്ക് നിറയ്ക്കുക? ആ h ഹൈറ്റിലേക്കാണ് നിറയ്ക്കുക. അപ്പോൾ ഈ സർക്കിളിന്റെ താഴെയുള്ള സർക്കിളിന്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് πr² ആണ്. ആ ഒരു പോർഷനിലേക്ക് നമ്മൾ വെള്ളം നിറയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. എത്ര ഉയരത്തിലേക്ക്? h ഹൈറ്റിലേക്ക്. അപ്പോൾ πr²h എന്നതാണ് സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഫോർമുല എന്താണ്? πr²h എന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ഒരേ ആരമുള്ള സിലിണ്ടറുകളുടെ വ്യാപ്തം. അപ്പോൾ ഒന്നിന്റെ ആരം എന്ന് പറയുന്നത്, ഒന്നിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? πr²h1 എടുക്കുക. ആദ്യത്തിന്റെ ഹൈറ്റ് h1 എന്ന് എടുക്കുക. രണ്ടാമത്തെ ഹൈറ്റ് h2 എന്ന് എടുക്കുക. അവ തമ്മിലുള്ള വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? 16:25 ആണ്. എത്രയാണ്? 16:25. അതായത് πr²h1 by πr²h2 എന്ന് പറയുന്നത് 16:25 ആണ്. അപ്പോൾ എന്തായും h1:h2 എന്ന് പറയുന്നത് എന്താണ്? 16:25 എന്ന് കിട്ടും. അപ്പോൾ ചോദിച്ചിരിക്കുന്നതാണ് സിലിണ്ടറുകളുടെ വളഞ്ഞ പ്രതലത്തിന്റെ വിസ്തീർണത്തിന്റെ അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വളഞ്ഞ പ്രതലം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കർവ്ഡ് സർഫസ് ഏരിയ. ഏതാണ്? കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വളഞ്ഞ പ്രതലത്തിന്റെ വിസ്തീർണം. അപ്പോൾ കർവ്ഡ് ഏരിയ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കർവ്ഡ് ഫേസ് നോക്കുക. ഈ കർവ്ഡ് ഫേസ് പറയുന്നത് എന്താണ്? 2πr ആണ്. ഇതിന്റെ ചുറ്റുമുള്ള അളവാണല്ലോ നമ്മൾ നോക്കുക. ഇതിന്റെ ചുറ്റുമുള്ള അളവിലുള്ള ഈ h ഹൈറ്റിലുള്ള സാധനത്തിന്റെ അളവാണ് നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ എടുക്കുക. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനത്തെ ഒരു പേപ്പറാണെന്ന് സങ്കല്പിക്കുക. ഈ പേപ്പറിനെ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് നമുക്ക് നിവർത്തി വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിവർത്തി വയ്ക്കാൻ പറ്റുമ്പോൾ ഇവിടെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 2πr ആയിരിക്കും. കാരണം വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. അതുപോലെ തന്നെ ഇതിനെ നിവർത്തി വെച്ചാൽ ഇത് h ഹൈറ്റുള്ള ഇങ്ങനെയുള്ള ഒരു ഏരിയ കിട്ടും, ഇങ്ങനെയുള്ള ഒരു പേപ്പർ കിട്ടും. അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2πr × h ആണ്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ പഠിച്ചിട്ടുണ്ട്, ലെങ്ത് ഇൻറ്റു ബേസ് ആണ്. അതുപോലെ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 2πr × h ആണ്. കാരണം ഈ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് പറയുന്നത്. ഈ ഒരു കർവ്ഡ് സർഫസ് അല്ലെങ്കിൽ വക്രതല വിസ്തീർണം, വളഞ്ഞ പ്രതലം എന്നൊക്കെ പറയുന്നത് ഈ ഒരു സാധനമാണ്. ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ വക്രതലം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെയുള്ള വിസ്തീർണം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു ഷേപ്പിന് മേലെയുള്ള വൃത്തത്തിന്റെ ചുറ്റുമുള്ള അളവാണല്ലോ ആ ഒരു പോർഷൻ വരുന്നത്. ആ ഒരു പോർഷനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നിവർത്തി വെക്കുകയെന്ന് വെച്ചാൽ അതിന്റെ ലെങ്ത് 2πr എന്ന് ഈ ഭാഗത്ത് വരും. അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടിയാൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്? ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 2πr ഒരു ഭാഗത്ത് വരുന്നുണ്ട്, h വേറൊരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായി? 2πr × h ആയി. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വളഞ്ഞ പ്രതലത്തിന്റെ വിസ്തീർണത്തിന്റെ അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഫസ്റ്റത്തെ 2πr h1 ഉം രണ്ടാമത്തെ 2πr h2 ആണ് വരുന്നത്. കാരണം ഒരേ ആരമാണ് ഉള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് എന്താണ്? h1:h2 തന്നെയാവും. അപ്പോൾ എത്രയായി? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. h1:h2 എന്ന് പറയുന്നത് 16:25 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 56A ആണ് ആൻസർ.
അപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ കർവ് പോർഷന്റെ ഭാഗമാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർവ്ഡ് സർഫസിൽ പറയുന്ന സമയത്ത് നമ്മൾ ഒരു മേലെ സിലിണ്ടറിന്റെ വൃത്തമാണുള്ളത്. ഈ വൃത്തത്തിന്റെ ചുറ്റുമുള്ള അളവിൽ h ഹൈറ്റിലോട്ടാണ് ആ ഒരു കർവ്ഡ് സർഫസ് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr × h ആവുന്നത്. അതേസമയം വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ πr² എന്ന പോർഷനിലേക്ക് നമ്മൾ വെള്ളത്തെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹൈറ്റിലോട്ട് ആ ഒരു അത്രയും ലെവലിലേക്ക് നമുക്ക് വെള്ളത്തിനെ നിറയ്ക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വോളിയം എന്ന് പറയുന്നത് πr² × h ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൃത്താകൃതിയിലുള്ള അടിത്തറയുള്ള ഒരു കണ്ടെയ്നർ ഘട്ടങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും കണ്ടെയ്നർ 10 സെന്റിമീറ്റർ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഓരോ ഘട്ടത്തിലും അർദ്ധവ്യാസം ഘട്ടം 1 മുതൽ 15 സെന്റിമീറ്റർ മുതൽ ഘട്ടം 5 വരെ 3 സെന്റിമീറ്റർ വരെ ഗണിത പുരോഗതിയിൽ കുറയുന്നു. കണ്ടെയ്നറിന്റെ ആകെ ശേഷി സെന്റിമീറ്റർ ക്യൂബിൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വൃത്താകൃതിയിലുള്ള അടിത്തറയുള്ള ഒരു കണ്ടെയ്നർ ഘട്ടങ്ങളായാണ് നിർമ്മിച്ചത്. അപ്പോൾ വൃത്താകൃതിയിലുള്ള അടിത്തറയുള്ള ഒരു കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ സിലിണ്ടറാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉയരം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 10 സെന്റിമീറ്റർ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. എന്നാൽ അർദ്ധവ്യാസം, വ്യാസത്തിന്റെ പകുതി, അതായത് ആരം എന്ത് ചെയ്തിരിക്കുന്നു? R1 15 ആണ് വെച്ചാൽ R5 എത്തുന്ന സമയത്ത് 3 സെന്റിമീറ്റർ ആയിട്ട് ഇതാവുന്നുണ്ട്. R1 15, R5 3 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ 15 സെന്റിമീറ്റർ ഉണ്ടായിരുന്നത് അഞ്ചാമത്തെ ഘട്ടത്തിൽ എത്തി 3 സെന്റിമീറ്ററിലെത്തി. നമുക്കറിയാം 15/5 3 കമ്മിയായിട്ടാണ് നമുക്ക് 3ലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ എത്രയാവും? 12 ആവും. മൂന്നാമത്തെ ഘട്ടത്തിലോ 9 ആവും. നാലാമത്തെ ഘട്ടത്തിലോ 6 ആകും. അപ്പോൾ ഇങ്ങനെയാണ് ഈ റേഡിയസിന്റെ അളവ് കമ്മിയാവുന്നത്. അതായത് ആ സിലിണ്ടറുകളുടെ റേഡിയസിന്റെ അളവ് കമ്മിയാവുന്നത് എങ്ങനെയാണ്? 15, പിന്നെ 12 ആയി, പിന്നെ 9 ആയി, പിന്നെ 6 ആയി, പിന്നെ 3 ആയി. ഇങ്ങനെയാണ് കമ്മിയാവുന്നത്. ആദ്യം 15 ആയിരുന്നു, പിന്നെ ലാസ്റ്റ് അഞ്ചാമത്തെ ഘട്ടത്തിൽ എന്തായി? 3 സെന്റിമീറ്റർ ആയി. അപ്പോൾ 15/5 3 വെച്ചിട്ടാണ് കമ്മിയാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇനി സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് സൂത്രം വയ്ക്കാം? πr² × h ആണ്. ഇവിടെ നമുക്ക് എല്ലാ ആൻസർ തന്നിരിക്കുന്നത് പൈയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 5 ഉണ്ടാക്കുന്നതിന്റെ മൊത്തം വോളിയം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ π × r² എന്ന് പറയുന്നത് കിടക്കട്ടെ. h എത്രയാണ്? 10. ഇനി r², ഈ 5 കാരണം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? π × r1² പ്ലസ് π × r1² × h പ്ലസ് π × r2² h പ്ലസ് π × r3² h പ്ലസ് π × r3² h പ്ലസ് π × r4² h പ്ലസ് π × r5² h ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം? π × h കോമൺ ആയിട്ട് എടുത്താൽ എന്ത് സംഭവിക്കും? r1² പ്ലസ് r2² പ്ലസ് r3² പ്ലസ് r4² പ്ലസ് r5² എന്ന് കിട്ടും. അപ്പോൾ π × h പ്ലസ് r1² എത്രയാണ്? 15² പ്ലസ് 12² പ്ലസ് 9² പ്ലസ് 6² പ്ലസ് 3² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതാക്കിയാൽ π × 10 പ്ലസ് 15² എത്രയാണ്? 225 പ്ലസ് 12² എത്രയാണ്? 144 പ്ലസ് 9² 81 പ്ലസ് 36 പ്ലസ് 9 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? 51 പ്ലസ് 9 90, 90ഉം 10ഉം 100, 100ഉം 134 234, 234 6ഉം 240, 240 30ഉം 270, 270ഉം 200ഉം 470, 490, 495. അപ്പോൾ ഇത് എത്ര കിട്ടും? ഇത് മൊത്തം കൂട്ടിയാൽ 495 കിട്ടും. അപ്പോൾ 495 × 10 × 10 കിട്ടും. അതായത് 4950 π എന്ന് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതിൽ? ഹൈറ്റ് തന്നിട്ടുണ്ട്, ഓരോ ഘട്ടത്തിലുള്ള അർദ്ധവ്യാസം എന്ത് ചെയ്തിട്ടുണ്ട്? കമ്മിയാക്കിയിട്ടുണ്ട്, കുറവാക്കിയിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ വോളിയം കണ്ടിട്ട് അവ നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്.
അതിന് ഓരോ സിലിണ്ടറിനെയും കാണുന്നതിന് പകരം എന്ത് ചെയ്തു, നമ്മൾ പൈൻ്റെ വെച്ച് കോമൺ ആയിട്ട് എടുത്ത് റേഡിയസിൻ്റെ സ്ക്വയറുകൾ മാത്രം നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ഇത് സോൾവ് ചെയ്തു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സമചതുരത്തിന്റെ വികിരണം വശമായി വരുന്ന സമചതുരത്തിന്റെ വിസ്തീർണം 1352 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ആയാൽ ആദ്യ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? അപ്പോൾ നമുക്കൊരു സമചതുരം ആദ്യമായിട്ട് വരയ്ക്കാം. ഒരു സമചതുരത്തിന്റെ വികിരണം വശമായി വരയ്ക്കുന്ന, ഇപ്പോൾ ഇതൊരു വികിരണമാണ്. ഈ ഒരു വികിരണം ആയിട്ട് വരയ്ക്കുന്ന ഇതിന്റെ വിസ്തീർണം എത്രയാണ്? ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 1352 ആണ് വിസ്തീർണം, അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇത് സപ്പോസ് എ ആണ് വയ്ക്കുക, ഇത് എ ആണ് വയ്ക്കുക. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇത് √2a ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? √2a ആയിരിക്കും. അപ്പോൾ 1352 എന്ന് പറയുന്നത് എന്താണ്? 1352 എന്ന് പറയുന്നത് √2a ഇൻറ്റു √2a ആണ്. അതായത് √2 ഇൻറ്റു √2a². അതായത് 2a² ഇസ് ഈക്വൽ ടു 1352. a² ഇസ് ഈക്വൽ ടു എത്രയാണ്? a² ഇസ് ഈക്വൽ ടു 676 ആണ്. അതായത് a ഇസ് ഈക്വൽ ടു എന്താണ്? ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്, 676. അപ്പോൾ എല്ലാവർക്കും സാധാരണ അറിയാം, 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 625 ആണ്. ഇനി 26ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും, 625 പ്ലസ് 25 പ്ലസ് 26 ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ എത്ര വരും? 625 പ്ലസ് 1 അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ 625 പ്ലസ് 50, 675 പ്ലസ് 1 676. എല്ലാം വെച്ചാൽ 26ൻ്റെ സ്ക്വയർ അങ്ങനെ ചെയ്യണം. 6 36. അപ്പോൾ സിസ്റ്റം 3 ഇവിടെ എഴുതണം. പിന്നെ 6 പ്ലസ് 6 ഇൻറ്റു 2. അപ്പോൾ എത്ര വരും? 6 പ്ലസ് 6 12, 12 2 24, 24 3 27. സിസ്റ്റം 2 4 പ്ലസ് 3 4 പ്ലസ് 2 6 676 വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വലിയ സംഖ്യകളൊക്കെ നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ 36 കാണുകയാണ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? 6 36 സിസ്റ്റം 3 6 12 12 ഇൻറ്റു 3 36 36 പ്ലസ് 3 39 സിസ്റ്റം 3 3 9 3 12 1296. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? a ഇസ് ഈക്വൽ ടു 26 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പൈത്തഗോറസ് തിയറം അനുസരിച്ച് നമ്മുടെ വികിരണത്തിൻ്റെ നീളം ഡി എന്ന് പറയുന്നത് എന്താണ്? a² പ്ലസ് a² ആണ്. d² ഇസ് ഈക്വൽ ടു a² പ്ലസ് a² ആണ്. അപ്പോൾ d ഇസ് ഈക്വൽ ടു എന്താവും? d² ഇസ് ഈക്വൽ ടു 2a² എന്നാവും. അപ്പോൾ d എന്താവും? d ഇസ് ഈക്വൽ ടു √2a എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ √2a ആണ് ഓരോ വശമായിട്ട് വരുന്നത്, സമചതുരമാണ്. അപ്പോൾ ഇവിടെയും √2a ആണ്. ഇവയുടെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? ഈ √2a ഗുണിച്ചാൽ നമുക്ക് ഇതിൻ്റെ വിസ്തീർണം കിട്ടും. ഇതാണ് വിസ്തീർണം, അല്ലെങ്കിൽ ടൈൽസ് ഒട്ടിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതെത്ര വരുന്നത്? √2a ഇൻറ്റു √2a പറയുന്നത് 2a² വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1352. അതിനെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് a ഇസ് ഈക്വൽ ടു 26 എന്ന് കിട്ടും. അപ്പോൾ 676 2-3 വിധത്തിൽ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഒന്നാമത്തത് 25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625 ആണ്. നമുക്ക് അടുത്ത സംഖ്യയുടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ 625ൻ്റെ കൂടെ 25 പ്ലസ് 26 ചെയ്താൽ മതി. ക്ലിയർ ആവുണ്ടല്ലോ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 24ൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 24ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 24ൻ്റെ സ്ക്വയർ പ്ലസ് 24 പ്ലസ് 25 ആണ്. അപ്പോൾ 24ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ 25 സ്ക്വയർ മൈനസ് 25 മൈനസ് 24 ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 625 മൈനസ് നമ്മൾ 50 ചെയ്യുക. അപ്പോൾ എത്ര വരും? 575 വരും. ഇവിടെ ഒരു കമ്മി ഉണ്ടല്ലോ, അപ്പോൾ നമ്മളൊന്ന് കൂട്ടി 575 പ്ലസ് 1 അപ്പോൾ 576 ആയിരിക്കും 24ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 24ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 16 സിസ്റ്റം 1 4 4
8 2 16 1 17 സിസ്റ്റം 1 2 4 1 5 576 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മരവസ്തു നിർമ്മിക്കുന്നത് ആരം 6 ഉയരം h-ഉള്ള ഒരു ഖര സിലിണ്ടറിന്റെ ഓരോ അറ്റത്തു നിന്നും ആരം 6 ഉള്ള അർദ്ധഗോളത്തെ എടുത്ത് ഉപയോഗിച്ചാണ്. വസ്തുവിന്റെ ഉപരിതല വിസ്തീർണം എന്താണ്? അപ്പോൾ നമ്മൾ ഒരു മരവസ്തു നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആരം 6 ഉയരം h-ഉള്ള ഒരു ഖര സിലിണ്ടർ. ഇങ്ങനെയുള്ള ഒരു സിലിണ്ടർ ഉണ്ട്, ഒരു മരവസ്തു. അതെന്ത് ചെയ്ത് ഒരു ഖരവസ്തുവിന്റെ ഓരോ അറ്റത്തു നിന്നും ആരം 6 ഉള്ള അർദ്ധഗോളത്തെ എടുത്ത് ഉപയോഗിച്ചാണ്. ഇങ്ങനെ ഒരു അർദ്ധഗോളം, കറക്റ്റ് ആയിട്ടല്ല, എന്നാലും മനസ്സിലാക്കുക, ഇതൊരു അർദ്ധഗോളമാണ്. അപ്പൊ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്, ആരം 6 ഉണ്ട്. അങ്ങനെയുള്ള ഒരു സിലിണ്ടറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെട്ടിയാൽ ഇങ്ങനെയുണ്ട് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉപരിതല വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഇതെന്താണ്, നമ്മൾ ഇങ്ങനെ സങ്കല്പിക്കണം, ഇതൊരു 3D ഷേപ്പ് ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താണ്, ഉള്ളിലേക്ക് നമ്മൾ കുഴിയായിട്ട് എടുത്തിരിക്കുന്ന ഒരു വസ്തുവാണ് ഇതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സിലിണ്ടറിന്റെ വക്രതല വിസ്തീർണം നമ്മൾ ഫസ്റ്റിന് പറഞ്ഞിരുന്നു 2πr/h ആണ്. അവിടെ നമ്മൾ പെയിന്റ് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ഈ ഒരു ഉള്ളിലേക്ക് നമ്മൾ എടുത്ത അർദ്ധഗോളം ഉണ്ടല്ലോ, അതിലും കൂടി പെയിന്റ് അടിക്കാനല്ലോ. അപ്പൊ ഈ അർദ്ധഗോളത്തിന്റെ വിസ്തീർണം നമുക്കറിയാം, ഒരു ഗോളത്തിന്റെ വിസ്തീർണം എന്താണ്, ഒരു ഗോളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പൊ ഇതിനെ പകുതിയാക്കി. ഇപ്പൊ പകുതിയാക്കുമ്പോൾ ഈ കർവ്ഡ് സർഫസിൽ മാത്രം, അതായത് ഈ ഒരു ഏരിയയിൽ മാത്രം എന്താവും, ഈ ഒരു ഏരിയയിൽ അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 2πr² ആണ്. ഈ ഭാഗം നമ്മൾ എടുക്കുന്നില്ല, ഈ ഒരു പോർഷൻ മാത്രം. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാം, 2πr² പ്ലസ് ഈ πr², എത്ര വരും, 3πr² വരും ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പെയിന്റ് അടിക്കുമ്പോൾ ഈ ഒരു പോർഷനിൽ മാത്രമാണ് പെയിന്റ് വരിക. അപ്പൊ നമുക്ക് ഈ ഒരു πr² ആവശ്യമില്ല. അപ്പൊ 2πr² ആണ് ഇതിൽ നോക്കേണ്ടത്. നമുക്ക് എന്താണ് 2πr² നോക്കണം. അപ്പോൾ 2πrh പ്ലസ് 2πr², ഇതിപ്പോ ഒരു ഏരിയയുടെ മാത്രമാണ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ ബോട്ടം പോർഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അർദ്ധഗോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്, വീണ്ടും 2πr² ആണ്. അപ്പൊ എന്തായി, ടോട്ടൽ വിസ്തീർണം എന്ന് പറയുന്നത് 2πrh പ്ലസ് 4πr² ആയി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, ഒരു ക്ലോക്കിൽ 1, 4, 8 ചേർന്ന് ഒരു ത്രികോണം നിർമ്മിച്ചാൽ ത്രികോണത്തിലെ 3 കോണുകൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ഇത് വരയ്ക്കാം, ക്ലോക്ക് വരയ്ക്കാം. അപ്പോൾ ക്ലോക്കിൽ 12, അങ്ങനെ 12 ഈക്വൽ ഡിവിഷൻ ആയിട്ടുള്ള ഒരു സർക്കിളാണ് എന്തെന്ന് പറയുന്നത്, ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവ തമ്മിൽ ഓരോരോ ആംഗിൾ തമ്മിൽ എത്ര ഇതുണ്ടാവും, ഇത് പറഞ്ഞ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി. ഇതിന്റെ 12 കൊണ്ട് ഹരിച്ചാൽ 12 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ എത്ര, 360/12, അതായത് 30 ഡിഗ്രി. 12 36, അപ്പോൾ 30 ഡിഗ്രി. അപ്പോൾ ഓരോ ആംഗിളും തമ്മിലുള്ള ഡിഗ്രി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇത് 1, ഇത് 2, ഇത് 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നതിന് 1-നും 4-നും അടിയിൽ, 1-നും 4-നും അടിയിൽ ഇവ തമ്മിൽ എത്ര ആംഗിൾ ഉണ്ട്, ഇവ തമ്മിൽ വന്നിട്ട് 30, 60, 90 ഉണ്ട് ആണല്ലോ. ഇനി 4 8 ഇവ തമ്മിൽ എത്രയുണ്ട്, ഇവ തമ്മിൽ 30, 60, 90, 120 ഉണ്ട്. ഇനി ഇവ തമ്മിൽ ഒരു ആംഗിൾ ഫോം ചെയ്യണം. അപ്പൊ എങ്ങനെ ആംഗിൾ ഫോം ചെയ്യുക, 8-ന്ന് 1-ലേക്ക് വരച്ച്, 8-ന്ന് 1-ലേക്ക്, അവിടെ നിന്ന് 4-ലേക്ക്, ഇങ്ങനെ ഒരു ആംഗിളാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ 120, ഇവിടെ 90, ഇവിടെ എത്ര വരുന്നത്, ഇവിടെ വരുന്നത് 120 പ്ലസ് 90 210. 210-ന്റെ 360 210 കമ്മിയാക്കിയാ 150 വരും. ഇങ്ങനെയാണ് ആൻസർ. ഇങ്ങനെയാണ് ആർക്ക് വരിക. ഇങ്ങനെയാണ് എന്ത് വരിക, ആർക്ക് വരിക. അപ്പോൾ ഒരു തിയറമുണ്ട്, അതായത്
ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തിയറം എന്ന് പറയുന്നത്. അത് പ്രകാരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആർക്കിന് ഇങ്ങനെ ഒരു സർക്കിളാണ്, ഇവിടെ വെച്ചിട്ട് നമ്മളൊരു ആർക്ക് ഉണ്ട്. ഈ ആർക്ക് സെൻട്രൽ വരയ്ക്കുന്ന ഒരു കോണുണ്ടല്ലോ, അതായത് ഇതേ ആംഗിൾ, ഇതിൻ്റെ പകുതിയായിരിക്കും അതേ ആർക്കിൻ്റെ പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ വരയ്ക്കുന്ന ഒരു ട്രയാങ്കിളിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ് വെച്ചാൽ ഇവിടെ 2x ആയിരിക്കും. ഈ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആർക്ക് അത് സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ ഒരു ആംഗിളിൻ്റെ പകുതിയായിരിക്കും ആ ഒരു ആർക്ക് ഭാഗമായി വരുന്ന വേറൊരു ഇൻസ്ക്രൈബ് ചെയ്ത ട്രയാങ്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു ആംഗിളാണ്, ആർക്കാണ്. ഈ ആർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സെൻറ്ററായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2x എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് വിചാരിക്കാം. ഇതേ ആർക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ, ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഇൻസ്ക്രൈബ് ചെയ്ത ആംഗിൾ ഉണ്ടാക്കുന്ന വിചാരിക്കുക. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 150 അതായത് ഇവിടെ പറയുന്നത് 150. ഇതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാവുക, അതായത് 75 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി ഇവിടെയുള്ള ആംഗിൾ എത്രയായിരുന്നു, 120 ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പകുതി അതായത് 60 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രിയാണ്. ഇതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, അതായത് 45 ആയിരിക്കും ഇരിക്കുക. അപ്പോൾ 45, 75, 60 എന്നായിരിക്കും നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തിയറമാണ്. ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഈ ആംഗിൾ എല്ലാം കൂട്ടിയാൽ 180 ഡിഗ്രി ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾ കറക്കി കുത്തുകയെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്ന ആംഗിളുടെ മൊത്തം അളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 180 ആയിരിക്കണം. അതുപ്രകാരം എത്രയാണ്, 70 + 60 130, 175. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്യില്ല. അതുപോലെ തന്നെ ഇത് 75 + 45 എത്ര വരും, 120 വരും. 120 + 50 170. ഇതും ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്യില്ല. പിന്നെ ഇവിടെയുള്ള രണ്ട് ഓപ്ഷനാണ് 45, 60, 75. അത് കൂട്ടി നോക്കി എത്ര വരും, 75, 120, 120, 60, 180. അത് കറക്റ്റായി ഫോം ചെയ്യാം. പിന്നെ ഇവിടെയുള്ള ട്രയാങ്കിൾ നോക്കുകയാണ്. അപ്പോൾ എത്ര വരാം, 75, 5, 80, 130, 50, 180. ഇതും ട്രയാങ്കിൾ ആയിട്ട് വരാം. പക്ഷേ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തിയറം അനുസരിച്ച് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ആർക്കിലേക്ക് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആംഗിളിൻ്റെ അളവ് എന്ന് പറയുന്നത് ആ ആർക്ക് സെൻട്രലിലേക്ക് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഇതാണ് ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ തിയറം പറയുന്നത്. അതുമനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ അളവുകൾ എന്ന് പറയുന്നത് 45, 60, 75 ആയിരിക്കും. തൽക്കാലം ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്